വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാലിക്കറ്റ് നിന്ന് ദോഹയിലേക്കുള്ള വിമാനയാത്രയാണ്. കാലിക്കറ്റ് എയർപോർട്ട് നവീകരിച്ചതിന് ശേഷമുള്ള യാത്ര. പുലർച്ചെയാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും ദോഹയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നത്. നമ്മുടെ എയർപോർട്ടിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ദിനേനെ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ എയർപോർട്ടിൽ കാടുകൾ മൂടിക്കിടക്കുന്നു. അതും തന്നെ ഏതൊരു യാത്രക്കാരും അതുപോലെ തന്നെ കൂടെ വരുന്നവർക്കൊക്കെ പെട്ടെന്ന് കാണാവുന്ന രീതിയിലുള്ള പ്രദേശങ്ങളിലാണ് കാട് മൂടിക്കിടക്കുന്നത്. കാലിക്കറ്റ് എയർപോർട്ട് നവീകരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആദ്യ യാത്രയാണ്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് എയർപോർട്ടിലുള്ളത്. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് വല്ലാത്തൊരു ഫീലിങ്സാണ് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്കുള്ള യാത്ര ആകുമ്പോൾ അത് കൂടുതൽ മനസ്സിന് വല്ലാതെ സന്തോഷം നൽകുന്നതാണ്. മറിച്ച് നമ്മൾ തിരിച്ച് പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസവും മനസ്സിന് സങ്കടപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വെയിറ്റിങ്ങിലുള്ള ആളുകളൊക്കെ വല്ലാത്തൊരു ശോകമൂകമായ രീതിയിലുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഏതൊരു വ്യക്തിയും തങ്ങളുടെ തിരിച്ചുള്ള യാത്രയെ നോക്കിക്കാണുന്നത്. നമുക്ക് പുറപ്പെടാനുള്ള സമയമായി. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്ലൈറ്റിലേക്കുള്ള യാത്രയിലാണ്. കാലിക്കറ്റ് എയർപോർട്ട് നവീകരിച്ചതിന് ശേഷം ധാരാളം ഫ്ലൈറ്റുകളാണ് നമുക്ക് പുലർച്ചെ തന്നെ കാണാൻ സാധിച്ചത്. യാത്രക്കാരും ധാരാളം കാണാൻ സാധിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന എയർപോർട്ടുകളിലൊന്നായിരിക്കും കാലിക്കറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫ്ലൈറ്റിലേക്കുള്ള കയറി നമ്മൾ പുലർച്ചെ ആയതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതേ ഉള്ളൂ. ധാരാളം ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ലഗേജുകളൊക്കെ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം ട്രാക്ടറിലൊക്കെയാണ്. പ്രവാസികൾക്ക് തങ്ങളുടെ ലഗേജുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ യാത്ര അവസാനിച്ച് ലഗേജ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും വല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആളുകളൊന്നും പറഞ്ഞതായിട്ട് അനുഭവമില്ല. മുൻകാലങ്ങളിലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ യാത്രക്കാർ പങ്കുവച്ചിരുന്നു. പുലർച്ചെയുള്ള യാത്രയായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എമിഗ്രേഷനും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് റൺവേയിലേക്ക് എടുക്കുകയാണ്. നമ്മളീ കാണുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നവീകരിച്ച റൺവേ ആണ്. ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് നമുക്ക് കാണുന്നത് ഒമാൻ എയർവേയ്സ് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഈ നവീകരിച്ചതിന് ശേഷം യാത്രക്കാർക്ക് വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ എല്ലാം വളരെ എളുപ്പമായ രീതിയിൽ എമിഗ്രേഷനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സുഗമമാകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ധാരാളം ഫ്ലൈറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൺവേ നവീകരണത്തിന് ശേഷം കാലിക്കറ്റ് എയർപോർട്ടിൽ പല സമയങ്ങളിലായിട്ട് ധാരാളം ഫ്ലൈറ്റുകൾ വന്നു പോകുന്നുണ്ട്. റൺവേ നവീകരണത്തിന് മുമ്പ് ഇത്രത്തോളം ഫ്ലൈറ്റുകൾ ഉണ്ടോ എന്നുള്ളത് വളരെയധികം സംശയമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ
ഈ ഒരു സമയത്ത് സീസൺ അല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ വല്ലാതെ തിരക്കില്ലാതെ എന്നാൽ അത്യാവശ്യം ആളുകളൊക്കെ എയർപോർട്ടിൽ യാത്രക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകളും എയർപോർട്ടിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതാണ് പുതിയ റൺവേ, നവീകരിച്ച റൺവേ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരു പക്ഷേ നമുക്ക് പുറത്തു നിന്നൊന്നും കാണാൻ സാധിക്കുകയില്ല. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വിൻഡോയിലൂടെ മാത്രമേ നമുക്കിത് നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ. വളരെ മനോഹരമായ രീതിയിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നവീകരണം കഴിഞ്ഞതിന് ശേഷം റൺവേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊരു പ്രവാസിക്കും കൂടുതൽ യാത്രകൾ ചെയ്ത ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു വിമാനയാത്ര എന്ന് പറയുന്നത് കൂടുതലൊരു അലോസരം ഉണ്ടാക്കുന്നതാണ്. കാരണം 3.5 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ തുടർച്ചയായി ഫ്ലൈറ്റിൽ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അലോസരം ഉണ്ടാക്കുന്നതാണ്. മറിച്ച് പുതുതായി യാത്രകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. റൺവേയിലൂടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിലേക്ക് പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റ് മുകളിലേക്ക് പറന്നുയരും. നമ്മുടെ നാടിൻ്റെ ആ ഒരു പച്ചപ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലൂടെ നോക്കി കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഏതൊരു മനുഷ്യനും സമ്മാനിക്കുന്നത്. ഫ്ലൈറ്റ് പതുക്കെ റൺവേയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു പ്രവാസിയും തങ്ങൾ ഇനി എന്നാണ് തിരിച്ച് നാട്ടിലേക്ക് എന്നത് മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം തിരിച്ച് തങ്ങളുടെ യാത്രയെക്കുറിച്ചാണ് ഏതൊരു പ്രവാസിയും ചിന്തിച്ചു കൊണ്ടിരിക്കുക. കാരണം പ്രവാസ ലോകത്തു നിന്നും എന്നാണ് ഇനി തിരിച്ച് ഒരു മടക്കയാത്ര എന്നതാണ്. ഫ്ലൈറ്റ് റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റൺവേ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ടത് അത് തുടക്കമായിരുന്നു. ഇപ്പോൾ ഏകദേശം പണി പൂർത്തിയായ പൂർണ്ണമായ രീതിയിലുള്ള ഈ ഒരു റൺവേയുടെ പ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നു എയർപോർട്ട് താൽക്കാലികമായി 6 മാസത്തേക്ക് പകൽ സമയങ്ങളിൽ അടച്ചിട്ടിരുന്നത്. വിശാലമായ റൺവേ ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ റൺവേയിലൂടെ ഫ്ലൈറ്റ് തിരിയാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് യാത്രയിൽ ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ വല്ലാതെ പ്രയാസങ്ങളൊന്നും ഈ അടുത്ത കാലത്തായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഒരു പക്ഷേ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് യാത്രക്കാർക്ക് വളരെയധികം യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും യാത്രക്കാർക്ക് വളരെയധികം സുഗമമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ കാലത്തുള്ള യാത്രയിലാവുമ്പോൾ ഏതൊരു യാത്രക്കാരനും വല്ലാത്ത ഒരു മുഷിപ്പാണ് അനുഭവപ്പെടാറ്. കാരണം പുലർച്ചെ എയർപോർട്ടിലെത്തി അതിനുശേഷം ഫ്ലൈറ്റിൽ കയറി ഒരു പക്ഷേ എല്ലാ യാത്രക്കാരും ചിന്തിക്കുന്നത് ഫ്ലൈറ്റ് ഏകദേശം ഒരു 2.5 മണിക്കൂർ 3.5 മണിക്കൂർ 4 മണിക്കൂറുകളൊക്കെ തുടർച്ചയായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ യാതൊരു യാത്രക്കാരനും വല്ലാത്ത മുഷിപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകളൊക്കെ കൂടുതലും വിൻഡോ സീറ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാകുമ്പോൾ ദീർഘദൂര യാത്രകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ മുഷിപ്പ് അനുഭവപ്പെടാൻ സാധ്യത വളരെയധികം കുറവാണ്. ഫ്ലൈറ്റ് ഏകദേശം റൺവേയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രവാസിക്കും നമ്മുടെ ഈ ഒരു ഗ്രാമീണ പച്ചപ്പ് കാണുമ്പോൾ തീർച്ചയായും ഇനി എന്നാണ് ആ ഒരു പച്ചപ്പിലേക്ക് തിരിച്ച് മടക്കയാത്ര എന്നുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇത് പ്രവാസികളായ എല്ലാ ആളുകൾക്കും അനുഭവപ്പെടുന്നതാണ്. കാരണം ഇനി കാണാൻ പോകുന്നത് തരിശായി കിടക്കുന്ന മരുഭൂമിയാണ്, ഈ പച്ചപ്പല്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫ്ലൈറ്റ് യാത്രയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ
കാണാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ നാടിനെ കാണാനാണ് ഏതൊരു വ്യക്തികളും ആഗ്രഹിക്കൽ. ഫ്ലൈറ്റ് ഉയരങ്ങളിലേക്ക് പറന്നുയരുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മാഞ്ഞ് അകലുന്നത് വല്ലാതെ ഒരു സങ്കടമുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. ഏകദേശം നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗിയാണ് വിൻഡോയിലൂടെ കാണുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഹരിത ഭൂമിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അകലുന്ന ഒരു കാഴ്ച ഒരു പ്രവാസിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത് വല്ലാത്തൊരു നീറ്റലാണ്. യാത്രകൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ അത് ഫ്ലൈറ്റ് യാത്രയിൽ ധാരാളം സമയമാണ് അവിടെ നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നത്. അത് ചിന്തകൾക്കപ്പുറം കൊണ്ടുപോവുകയും മനസ്സിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ അവനക്ക് അത് സമ്മാനിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇത്രയും ആളുകൾ, വളരെയധികം കുറഞ്ഞ ആളുകൾ മാത്രമല്ല, ഒരുപാട് ആളുകളാണ് ഇന്ന് ഫ്ലൈറ്റ് യാത്രയിൽ ഉള്ളത്. കാരണം സീസൺ അല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെ കൂടുതലാണ്. അപ്പോൾ സീസണുള്ളൊരു സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് യാത്രക്കാർ. അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കുറഞ്ഞ ഫെയറിൽ യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വിമാന കമ്പനികളെക്കാളും ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ടിക്കറ്റുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത്. അതുപോലെ തന്നെ നല്ല സർവീസും. മുൻകാലങ്ങളിലെ പോലെ തന്നെയല്ല, ഇന്ന് ആ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. യാത്രക്കാരെ വളരെയധികം പരിഗണിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറന്ന് ഉയരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കും. മറ്റുള്ള ഫ്ലൈറ്റുകളെ അപേക്ഷിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വളരെയധികം കുറഞ്ഞ ഫെയറാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. മറ്റ് ഫ്ലൈറ്റുകൾ ധാരാളം ഓഫറുകൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ, കാരണം ഭക്ഷണങ്ങളായിട്ടും പാനീയങ്ങളായിട്ടും ധാരാളം ഓഫറുകളാണ് മറ്റുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഭീമമായ രീതിയിലുള്ള സംഖ്യ ടിക്കറ്റ് ഇനത്തിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ഈടാക്കുമ്പോൾ ഒരു പക്ഷേ യാത്രക്കാർക്കൊരു ബഡ്ജറ്റബിൾ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ്. കാരണം ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സുകളിൽ ഈ ഒരു സമയങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജനങ്ങൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അതിൽ നിന്നും മാറി ഇപ്പോൾ ഈ ഒരു 3-4 മണിക്കൂർ യാത്രയിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ചില സമയങ്ങളിൽ അനിവാര്യമാണ്. അത് അനിവാര്യമല്ല എന്ന് നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ട് ആ ഒരു മെനു അവർ മാറ്റിയെടുത്തുകൊണ്ട് കുറഞ്ഞ ഫെയറിലൂടെ ആ ഒരു ഭക്ഷണ രീതി മാറ്റിയെടുത്ത് പാനീയമാണ് ഇവർ നൽകുന്നത് യാത്രക്കാർക്ക്. ഇനി അഡീഷണലായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണവും നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരത്തെ കാലിക്കറ്റിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ കടലുകൾ താണ്ടി ഏകദേശം ഒരു മരുഭൂമിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതൊരു കരയാണ്. കടലും കരയും സംഗമിക്കുന്ന ഒരു പ്രതലമാണ്, ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻഡോയിലൂടെ. ഇത് ഒരു പക്ഷേ ഒമാനിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് കരുതുന്നത്. അത് ഏതാണ് ഭാഗം എന്നുള്ളത് അറിയില്ല, വ്യക്തമല്ല. എങ്കിലും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഒമാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളാണ് വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അത് നമ്മുടെ യാത്രയിൽ ഒരിക്കലും നമുക്കൊരു മുഷിപ്പ് അനുഭവപ്പെടില്ല. കാരണം ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് വിൻഡോ സീറ്റിലൂടെ ഇരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ധാരാളം ഫ്ലൈറ്റുകൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമീപത്തിലൂടെ പറന്നു പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തതയോടുകൂടി തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക്
വളരെ ഭംഗിയാർന്ന രീതിയിലുള്ള കാഴ്ചകളാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു കുന്നാണ് ഈ കാണുന്നത്. മരുഭൂമിയിലെ വലിയ പാറക്കെട്ടുകളാണ്, കുന്നിൻ പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. അത് വിൻഡോ സീറ്റിലൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണൂ. അതുപോലെ തന്നെ ഇത് ഒമാൻ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ടൊരു ദ്വീപ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകൾ, ഗൾഫ് രാജ്യങ്ങളുടെ അധീനതയിലുള്ള ഒരുപാട് ദ്വീപുകൾ, ഒരു പക്ഷേ ഒമാനിൻ്റെയോ അതേപോലെ തന്നെ UAEയുടെയോ അധീനതയിലുള്ള ധാരാളം ദ്വീപുകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ദ്വീപുകളുടെയൊക്കെ വളരെയധികം ഭംഗിയോടുകൂടി അതുപോലെ തന്നെ ജനവാസ മേഖലകളാക്കി മാറ്റി ആ ഒരു ദ്വീപിൻ്റെ വേണ്ട പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് ആ രാജ്യങ്ങളൊക്കെ. ഈ കാണുന്നത് ഒരു ദ്വീപാണ്. ഒരു പക്ഷേ ഈ ദ്വീപുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എയർപോർട്ട് വരെയുള്ള ദ്വീപുകൾ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കാണാൻ സാധിച്ചത്. അത് നമ്മുടെ യാത്രയെ ഒരിക്കലും നമുക്കൊരു മുഷിപ്പ് ഉളവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ദ്വീപുകൾക്കൊക്കെ ഒരു പക്ഷേ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് അതിനെ ഒരു പ്രത്യേക രാജ്യമാക്കാതെ അത് തങ്ങളുടെ അടുത്തുള്ള ഒരു ദ്വീപാകുമ്പോൾ അതിന് വേണ്ട സംരക്ഷണം ഒരുക്കേണ്ടത് ആ ഒരു രാജ്യത്തിൻ്റെ കടമ എന്നുള്ള നിലക്ക് അതിന് വേണ്ട രീതിയിലുള്ള സംരക്ഷണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. യാത്രകളിൽ നമുക്ക് കിട്ടിയ സീറ്റിൽ നമ്മൾ ഒറ്റക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ എടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞതാണ്. നമ്മളെപ്പോഴും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈനിലായിട്ട് ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലൈറ്റ്, നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റബിളായ രീതിയിലുള്ള ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് ലഭിക്കാൻ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് ലഭ്യമാണ്. അതുപയോഗിച്ച് വിശ്വസനീയമായ രീതിയിലുള്ള ആപ്പുകളിലൂടെ നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഒരു പക്ഷേ നമുക്ക് പുറത്തു നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ഫെയറിൽ നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ തീർത്തും ഉപയോഗിച്ചാൽ അത് നമ്മുടെ യാത്രക്കും അതുപോലെ തന്നെ കൂടുതൽ പണം നൽകാതെ നമുക്ക് ടിക്കറ്റുകൾ എടുക്കാം എന്നതാണ്. നമ്മൾ ഇപ്പോൾ ദോഹയിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തു. ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എയർപോർട്ടായിട്ടാണ് നമുക്ക് ഈ വിദേശ രാഷ്ട്രങ്ങളിലുള്ള എയർപോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. എന്ത് ഭംഗിയാർന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ വരും കാലങ്ങളിൽ ഇതേപോലെ നമ്മുടെ നാട്ടിലുള്ള എയർപോർട്ടുകളൊക്കെ സജ്ജീകരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്നും ഏകദേശം 3.25 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ഇപ്പോൾ എത്തിയത്. വളരെ വിശാലമായ കണ്ണെത്താ ദൂരത്തുള്ള ഏറ്റവും വലിയ ലോകരാജ്യങ്ങളിൽ തന്നെ നമ്പർ 1 എയർപോർട്ടുകളിൽപ്പെട്ട ഒരു എയർപോർട്ടാണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലാകും. ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ ലോകരാജ്യത്ത് തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിലൊന്നാണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ രാജ്യത്ത് ഇതേപോലുള്ള എയർപോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ എയർപോർട്ടുകളൊക്കെ ഒരു പക്ഷേ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ധാരാളം എയർപോർട്ടുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ എയർപോർട്ടുകളൊക്കെ ചെറുതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്.
തലസ്ഥാനത്തുള്ള എയർപോർട്ട് ഏറ്റവും വലിയ ഒരു എയർപോർട്ടാണ്. അത് നമുക്ക് അവിടെ ചെന്നാൽ അത് നമുക്ക് മനസ്സിലാവുന്നതുമാണ്. ഖത്തർ എയർവേസ് ഫ്ലൈറ്റുകൾ ധാരാളം നമുക്ക് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് തങ്ങളുടെ പ്രവാസത്തിലേക്കുള്ള ആ ഒരു യാത്ര എത്തി എന്നറിയുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു നീറ്റലാണ്. കാരണം ഇനി തിരിച്ച് എന്നാണ് എന്നുള്ളത് ഏതൊരു പ്രവാസിയും ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇറങ്ങിയാൽ പെട്ടെന്ന് നമ്മൾ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് യാത്ര തിരിക്കും. അതിനൊക്കെ വിഭിന്നമായിട്ട് പ്രവാസ ലോകത്ത് നമ്മളെത്തിയാൽ ഫ്ലൈറ്റിൽ നിന്നും നമ്മൾ ഇറങ്ങാൻ വല്ലാതെ പ്രയാസപ്പെടും. അത്ര പെട്ടെന്നൊന്നും ഒരു പ്രവാസിയും ഇറങ്ങിപ്പോവുകയില്ല. കാരണം പ്രവാസത്തിലേക്കാണല്ലോ തങ്ങൾ പോകുന്നത്. ഇനി എന്നാണ് തിരിച്ച് തങ്ങളുടെ മാതൃരാജ്യത്തേക്കുള്ള യാത്ര എന്നത് ചിന്തിച്ചു പോകും. നമ്മളെ നാട്ടിൽ കണ്ടില്ല നേരത്തെ കാർഗോ ലഗേജ് ഫ്ലൈറ്റിൽ കയറ്റുന്നത്. അതിൽ നിന്നും എത്രയോ വ്യത്യാസത്തിലാണ് ഇവിടെ ലഗേജുകൾ ഫ്ലൈറ്റിൽ നിന്നും ഇറക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് നമ്മൾ ഇനിയും മുന്നേറാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉൾവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യവും ഇതുപോലെ ഫ്യൂച്ചറിൽ വൻ മുന്നേറ്റം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പ് സീസൺ കഴിഞ്ഞ് ഏഷ്യ കപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം യാത്രക്കാരാണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് വരുന്ന കാഴ്ചയാണത് നമ്മൾ കാണുന്നത്. തിരിച്ച് നമ്മുടെ പ്രവാസത്തിലേക്കുള്ള യാത്രയിലാണ്. ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴാണ് ഏതൊരു പ്രവാസിയും തങ്ങളുടെ യാത്രകളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മുൻകാലങ്ങളിലെ പ്രവാസികളൊക്കെ വർഷങ്ങൾ പിന്നിട്ടാണ് തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോയിരുന്നത്. മറിച്ച് ഇന്ന് ഉള്ള പ്രവാസികളൊക്കെ വളരെയധികം അടുത്ത ദിവസങ്ങളിലായിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അനുഭവപ്പെടുന്നില്ല പ്രവാസികൾക്ക്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും ഇതിന് കമൻ്റായിട്ട് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് യാത്രാ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളും ഒരു പ്രവാസിയാണെങ്കിൽ ആ പ്രവാസ ലോകത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻ്റായിട്ട് നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് യാത്രകൾ നമ്മൾ പോകുമ്പോൾ ആ യാത്രയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം, ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചത്. ആ ഒരു യാത്രയുടെ അനുഭവങ്ങളും അതിൽ നിന്നുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു.